5-6 വർഷമായി ഒരു സിനിമയും റിലീസ് ചെയ്യാത്ത മലയാളത്തിൻ്റെ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ്. അരുൺ കുമാർ അരവിന്ദ്. അണ്ടർവേൾഡ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം. 2019 ഈ ഫിലിം റിലീസ് ചെയ്തത്. കോക്ടെയിൽ ഈ അടുത്ത കാലത്ത്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, 1/2, കാറ്റ്, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ. 1/2 ഒഴികെ എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായം നേടിയിരുന്നു. ഇപ്പോൾ ഏകദേശം 5 ഇയർ ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്. ജോൺ പോൾ ജോർജ്. 2019 റിലീസ് ചെയ്ത അമ്പിളി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസാനം റിലീസ് ചെയ്ത ചിത്രം. ഗപ്പിയായിരുന്നു ആദ്യ ചിത്രം. ഇതൊക്കെ വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമകളായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ മൂവി രോമാഞ്ചം ഫിലിമിൻ്റെ മെയിൻ പ്രൊഡ്യൂസറായിരുന്നു ജോൺ പോൾ. ഇപ്പോൾ ഏകദേശം 5 ഇയർ ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്. മധു സി നാരായണൻ. കുമ്പളങ്ങി നൈറ്റ്സ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രം. അതിനുശേഷം മറ്റു ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. മോഹൻലാലിനെ വെച്ച് ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു പുതിയ സിനിമയുടെ വാർത്തകൾ വന്നിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 5 ഇയർ ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്. അനിൽ രാധാകൃഷ്ണൻ മേനോൻ. ദിവാൻജിമൂല ഗ്രാൻഡ് പ്രിക്സ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസാനമായി ഇറങ്ങിയ ചിത്രം. 2018 ഈ ഫിലിം റിലീസ് ചെയ്തത്. നോർത്ത് 24 കാതം, സപ്തമശ്രീ തസ്കര, ലോർഡ് ലിവിങ്സ്റ്റൺ, 7000 കണ്ടി, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ. ഇതെല്ലാം മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം 6 ഇയേഴ്സ് ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്. സൗബിൻ ഷാഹിർ. ആക്ടർ ഡയറക്ടർ സൗബിൻ ഷാഹിർ. പറവ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന ആദ്യത്തെ ചിത്രം. 2017 ഈ ഫിലിം റിലീസ് ചെയ്തത്. ആക്ടർ എന്ന റോളിൽ ഇദ്ദേഹം വളരെ സജീവമാണ്. ദുൽഖറിനെ വെച്ച് ഓതിരം ഘടകം എന്നൊരു ഫിലിം അനൗൺസ് ചെയ്തിരുന്നു. ന്യൂ അപ്ഡേറ്റ്സിനായി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം 7 ഇയർ ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു വേറെ പടം വന്നിട്ട്. സമീർ താഹിർ. കലിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം. 2016 ഈ ഫിലിം റിലീസ് ചെയ്തത്. ചാപ്പാക്കുരിശ്, 5 സുന്ദരികൾ, ഇതിൽ സെഗ്മെൻറ്റ് ഇഷ, നീലാകാശം, പച്ചക്കടൽ ചുവന്ന ഭൂമി, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ. സിനിമാറ്റോഗ്രാഫർ റോളിൽ ഇദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. ആവേശത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി സമീർ താഹിർ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 8 ഇയേഴ്സ് ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്. രൂപേഷ് പീതാംബരൻ. സ്ഫടികത്തിലെ മോഹൻലാലിൻ്റെ ചെറുപ്പം ക്യാരക്ടർ ചെയ്ത ആക്ടർ ഡയറക്ടർ രൂപേഷ് പീതാംബരൻ്റെ ഡയറക്ഷനിൽ വന്ന അവസാന ചിത്രം യൂട്യൂബ് ബ്രൂട്ടസ്. 2015 ഈ ഫിലിം റിലീസ് ചെയ്തത്. DQ അഭിനയിച്ച തീവ്രമായിരുന്നു ആദ്യത്തെ ചിത്രം. ഇപ്പോൾ ഏകദേശം 9 ഇയർ ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്. RS വിമൽ. എന്നതിൻ്റെ മൊയ്തീൻ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം. 2015 ഈ ഫിലിം റിലീസ് ചെയ്തത്. അതിനുശേഷം കുറേ പടങ്ങൾ അനൗൺസ് ചെയ്തെങ്കിലും മറ്റു അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 9 ഇയർ ഗ്യാപ്പായി ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു പടം വന്നിട്ട്.